അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമിലെ ഫസ്റ്റ് പാർട്ടിലെ മൂന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാമിന്റെ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ ഇപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടല്ലോ, ഈ വീഡിയോയുടെ താഴെ തന്നെ എൻ്റെ ചാനലിൻ്റെ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാകും. അതിൽ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ കൂട്ടുകാർക്ക് എൻ്റെ ചാനലിൻ്റെ ഹോം പേജിൽ പോകാൻ സാധിക്കും. പോയതിനു ശേഷം പ്ലേലിസ്റ്റ് എന്ന സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിനും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും, ഓരോ ക്ലാസ്സിനും ഉണ്ടാകും. അതിൽ ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഇനി വരുന്ന പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലോട്ട് കടക്കാം. അദ്ദർസു സ്വാലിസ്, മൂന്നാമത്തെ പാഠം അദ്ദിമാഉ ത്വബീഇയ്യ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹജ്ജിന് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് എനിക്ക് ആർത്തവമുണ്ടായി. ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി ഞാൻ കരഞ്ഞു. എന്തു പറ്റി ആയിഷ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചു. സാജിദ വായന തുടർന്നു. അവൾ പുസ്തകത്തിന്റെ പേജ് മറിച്ചു. ഫാത്തിമ ബിൻത്ത് അബി ഹുബൈസ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ്, എനിക്ക് ഇസ്തിഹാലത്തുണ്ട്, ഞാൻ നിസ്കാരം ഒഴിവാക്കണമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തിഹാലത്ത് രോഗമാണ്, അത് ഹൈലല്ല. ഹൈലുണ്ടായാൽ നിസ്കാരം ഒഴിവാക്കുക. ഇസ്തിഹാലത്തുണ്ടായാൽ കഴുകി നിസ്കരിക്കുക. ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹൈല്, നിഫാസ്. രോഗരക്തമാണ് ഇസ്തിഹാലത്ത്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. ഹൈല് ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. ഹൈലായി പരിഗണിക്കാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സമയം രക്തം പുറപ്പെടണം. സാധാരണയിൽ 6-7 ദിവസം രക്തം കാണും. ഹൈൽ രക്തത്തിന്റെ കൂടിയ പരിധി 15 ദിവസമാണ്. 2 ഹൈലിന്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധിക്കാലം 15 ദിവസമാണ്. കൂടിയത് എത്രയുമാകാം. പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അത് കുറഞ്ഞത് 1 നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ് ഉണ്ടാവുക. ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. ഹൈലിന്റെയും നിഫാസിന്റെയും സമയത്ത് നിസ്കാരവും നോമ്പും ഹറാമാണ്. നോമ്പ് ഖളാ വീട്ടണം, എന്നാൽ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. മാത്രമല്ല അത് ഹറാമുമാണ്. ഇസ്തിഹാലത്തിന്റെ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. നജസ് ശുദ്ധിയാക്കി നിസ്കാരം നിർവഹിക്കണം. ഉമ്മ വിളിച്ചു, സാജിദ. അവൾ വായന നിർത്തി ഉടനെ ഉമ്മയുടെ അടുത്തെത്തി. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. ഇദാ അഖ്ബലത്തിൽ ഹൈലത്തു ഫദഇ സ്വലാത്ത്. ഹൈലുണ്ടായാൽ നീ നിസ്കാരം ഉപേക്ഷിക്കുക. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? നമുക്കിനി ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നുഅരിഫ്. ഇവിടെ ഹൈലിന്റെയും നിഫാസിന്റെയും ഇസ്തിഹാലത്തിന്റെയും നിർവചനം എഴുതണം. അപ്പൊ നോക്കൂ. അൽ ഹൈൽ, പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈല്. 2. അൻ നിഫാസ്, പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. 3. അൽ ഇസ്തിഹാലത്ത്, ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നമ്മൾ ഉൽ ജദ്വൽ, പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ്. ഇവിടെ ഹൈലിന്റെയും നിഫാസിന്റെയും അൽ ഖലീൽ ചുരുങ്ങിയ കാലം, അൽ കസീർ കൂടിയ കാലം, അൽ ഗാലിബ് സാധാരണ, ആ സമയങ്ങളെല്ലാം പൂർത്തിയാക്കണം. അതുപോലെ തന്നെ അത്തുഹ്റു ബൈനൽ ഹൈലൈനി, അതായത് 2 ഹൈലിനും ഇടയിലുള്ള ശുദ്ധിക്കാലം,
അതിൻ്റെയും അൽ ഖലീലും അൽ കസീറും പൂർത്തിയാക്കണം. അപ്പോൾ നമുക്ക് പൂർത്തിയാക്കാം. ആദ്യം നമുക്ക് ഹൈലിൻ്റെ പൂർത്തിയാക്കാം. ഹൈലിൻ്റെ അൽ ഖലീൽ 24 മണിക്കൂർ ദൈർഘ്യം, അൽ കസീർ 15 ദിവസം, അൽ ഗാലിബ് 6-7 ദിവസം. അടുത്തത് നിഫാസിൻ്റെ അൽ ഖലീൽ 1 നിമിഷം, അൽ കസീർ 60 ദിവസം, അൽ ഗാലിബ് 40 ദിവസം. അടുത്തത് അത്തുഹ്റു ബൈനൽ ഹൈലൈനി, അൽ ഖലീൽ 15 ദിവസം, അൽ കസീർ പരിധിയില്ല. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. 1. ഇസ്തിഹാലത്തുകാരി നിസ്കരിക്കുന്നതിന്റെ വിധി. ഉത്തരം നിർബന്ധം. 2. ഹൈൽ, നിഫാസ് എന്നിവ പുറപ്പെടുന്നത് എവിടെ നിന്ന്? ഉത്തരം ഗർഭാശയത്തിൽ നിന്ന്. അടുത്ത പേജ് നോക്കൂ. മൂന്നാമത്തെ ചോദ്യം, ഹൈൽ ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം എത്ര? ഉത്തരം 9 വയസ്സ്. 4. ഹൈലുകാരി നിസ്കാരം ഖളാ വീട്ടുന്നതിന്റെ വിധി എന്ത്? ഉത്തരം ഹറാം. 5. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞത് എന്തിനായിരുന്നു? ഉത്തരം ഹജ്ജിന് വേണ്ടി അവർ പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ആർത്തവമുണ്ടായി. അപ്പോൾ ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ കരഞ്ഞത്. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിച്ചത് എങ്ങനെ? ഉത്തരം ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ്. തവാഫ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചു. 7. ഈ പാഠത്തിൽ പറഞ്ഞ സാജിദ എങ്ങനെയുള്ള കുട്ടിയാണ്? ഉത്തരം അവൾ നല്ല വായനാശീലമുള്ള കുട്ടിയും നല്ല അനുസരണയുള്ള കുട്ടിയുമാണ്. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നക്തുബ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വാക്കുകൾ അതുപോലെ തന്നെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന ബോക്സിൽ എഴുതണം. ഹൈൽ, നിഫാസ്, ഇസ്തിഹാലത്ത്. ഇപ്പുറത്ത് നോക്കൂ. പ്രസവം, ഗർഭാശയം, സ്ത്രീ. ഇനി അടുത്ത പേജ്. അദ്ദിമാഉ ത്വബീഇയ്യ, ഖളാ, നജസ്, ഹറാം, ആയിഷ, ഹജ്ജ്. ഇപ്പുറത്ത് നോക്കൂ. രക്തം, പ്രായം, 15. സാജിദ കരഞ്ഞു, വീട്ടുക. തദ്രീബാത്തിൽ അഞ്ചാമത്തെ പ്രവർത്തനം നഖ്റ. ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. തബീഅത്തുൻ പ്രകൃതി, ദിമാഉൻ രക്തങ്ങൾ, ഹൈൽ ആർത്തവരക്തം, നിഫാസ് പ്രസവരക്തം, ഇസ്തിഹാലത്ത് രോഗരക്തം. തദ്രീബാത്തിൽ ആറാമത്തെ പ്രവർത്തനം തഖ്സീസ്. അദ്ദിമാഉ ത്വബീഇയ്യ എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമുക്ക് തയ്യാറാക്കാം. സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തങ്ങളാണ് ഹൈൽ, നിഫാസ്. ഇവയല്ലാതെ പുറപ്പെടുന്ന രക്തം ഇസ്തിഹാലത്താണ്. ഇസ്തിഹാലത്ത് രോഗരക്തമാണ്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹൈൽ. ഹൈൽ ഉണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. ഹൈലായി പരിഗണിക്കാൻ ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ദൈർഘ്യമുള്ള സമയം രക്തം പുറപ്പെടണം. സാധാരണയിൽ 6-7 ദിവസം രക്തം കാണും. ഇതിന്റെ കൂടിയ പരിധി 15 ദിവസമാണ്. 2 ഹൈലിന്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധിക്കാലം 15 ദിവസമാണ്. കൂടിയത് എത്രയുമാകാം. പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. നിഫാസ് കുറഞ്ഞത് 1 നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ് ഉണ്ടാവുക. ഹൈലും നിഫാസും അല്ലാത്തതാണ് ഇസ്തിഹാലത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തിഹാലത്ത് രോഗമാണ്, അത് ഹൈലല്ല. ഹൈലുണ്ടായാൽ നിസ്കാരം ഒഴിവാക്കുക. ഇസ്തിഹാലത്തുണ്ടായാൽ കഴുകി നിസ്കരിക്കുക. ഇസ്തിഹാലത്തിന്റെ സമയത്ത് നിസ്കാരവും നോമ്പും ഒഴിവാക്കാൻ പാടില്ല. നജസ് ശുദ്ധിയാക്കി നിസ്കാരം നിർവഹിക്കണം. എന്നാൽ ഹൈലിന്റെയും നിഫാസിന്റെയും സമയത്ത് നിസ്കാരവും നോമ്പും ഹറാമാണ്. നോമ്പ്
ശുദ്ധിയായതിനു ശേഷം ഖളാ വീട്ടണം. എന്നാൽ നിസ്കാരം ഖളാ വീട്ടേണ്ടതില്ല. മാത്രമല്ല നിസ്കാരം ഖളാ വീട്ടൽ ഹറാമുമാണ്. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്ത് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.